ഏതൊരു ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായിട്ടാണോ ഈ ദേഹത്തിൽ ഞാനെന്ന അഭിമാനം, മറ്റുള്ളവർ വേറെ ഞാൻ വേറെ, എൻ്റേത് നിൻ്റേന്നൊക്കെ ഉള്ളതായ ഭേദബുദ്ധി മനുഷ്യരുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നത്, ആ ഭഗവത് കൃപ കൂടാതെ ഈ മഹാമായയിൽ നിന്ന് ആർക്കാ മോചനം നേടാൻ സാധിക്കുക? ബ്രഹ്മാദി ദേവതകൾ പോലും ആ ഭഗവാന്റെ മായേന്ന് പുറത്തു കിടക്കാൻ കഴിയാതെ മോഹിച്ചുകൊണ്ടിരിക്കണു. ആ ഭഗവാനാണ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കും കണക്കെ എൻ്റെ മനസ്സിനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് വലിക്കുകയാവുന്നു. ചക്രപാണയെ എതിർച്ചയ. ആദ്യം ഭഗവാനെ സ്തുതിച്ചു, അതിനുശേഷം പറയാം നിങ്ങൾക്കൊന്നും അറിയില്ല ഗുരുനാഥ, കാന്തത്തിൻ്റെ അടുത്തിരിക്കുന്ന ഇരുമ്പിനെ എന്തിനാ അതിൻ്റെ അടുത്തേക്ക് വലിക്കണത് കാന്തത്തിനോട് വെച്ചാൽ അതിന് ഉത്തരമുണ്ടോ? അതുപോലെയാണ് ഭഗവാൻ ഉള്ളിലിരുന്നിട്ട് എൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ആകർഷിക്കുക, വലിക്കുക. എനിക്ക് ഭഗവാനെ സ്മരിക്കാണ്ടിരിക്കാൻ വയ്യ, ഭരിക്കാണ്ടിരിക്കാൻ വയ്യ, നാമം ജപിക്കാണ്ടിരിക്കാൻ വയ്യ. ഭഗവാന്റെ കഥകൾ ഭക്തന്മാരിൽ നിരന്തരം കേൾക്കണം. ഭഗവത് ഭക്തി ഉണ്ടാവാനുള്ള ആദ്യത്തെ അനുഷ്ഠാനം ഭഗവാനെക്കുറിച്ച് ധാരാളം കേൾക്കണം. ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നാൽ ഭക്തി വരാണ്ട് പറ്റില്ല. ഭഗവത് മഹിമകൾ അറിയും തോറും ഭഗവാനിൽ ഭക്തി വരും. അങ്ങനെ കേട്ട് 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 മനസ്സ് നിറഞ്ഞാലോ, ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു, പാത്രം നിറഞ്ഞാലോ പിന്നെ ഇത് പുറത്തേക്ക് വരില്ലേ, കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകില്ലേ. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഭക്തി നിറയുമ്പോൾ, ശ്രവണം കൊണ്ട് ഭക്തി നിറയുമ്പോൾ കീർത്തന ഭക്തി ഉണ്ടോ, കീർത്തനം ചെയ്യാൻ തോന്നും. നാണമില്ലാതെ ഭഗവാന്റെ നാമം ജപിക്കുക, കീർത്തനം പാടുക, ആനന്ദ നൃത്തം ചെയ്യുക.